എൻ്റെ ലൈഫിലും എൻ്റെ പേഷ്യൻസിൻ്റെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയൊരു കാര്യമുണ്ട്. എത്ര അളവ് വെള്ളം കുടിക്കണം എന്നുള്ളതല്ല, വെള്ളം കുടിക്കുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. ഈ ടൈമിംഗ് നമ്മൾ കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെയും രക്തധമനികളുടെയും ആരോഗ്യം നമുക്ക് നിലനിർത്താൻ സാധിക്കും. എന്തിനേറെ അറ്റാക്ക് വരെ ചിലപ്പോൾ തടയാൻ സാധിക്കും. ഇതിൽ ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിലൊരു എക്സ്ക്യൂസ് ഇല്ല. അതെന്താണ്? രാവിലെ എണീറ്റ ഉടനെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഉറങ്ങുന്ന 6-7 മണിക്കൂർ നമ്മുടെ ശരീരം വലിയൊരു നിർജ്ജലീകരണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് കാരണം എണീറ്റ ഉടനെ നമ്മുടെ രക്തം വളരെ കട്ടിയിലായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പുലർച്ചെ അറ്റാക്കുകൾ വരെ സംഭവിക്കുന്നത്. കാരണം ആ സമയത്ത് രക്തം കട്ടിയിലായിരിക്കും, രക്തക്കട്ടകൾ രൂപപ്പെടും. എണീറ്റുടനെ വെള്ളം കുടിച്ചാൽ ഹൃദയമിടിപ്പിനും ബിപിക്കും വളരെ ആശ്വാസം ഉണ്ടാവും. നമ്മൾ ഉറങ്ങുന്ന കട്ടിലിന്റെ തൊട്ടടുത്ത് രാത്രി തന്നെ വെള്ളത്തിന്റെ ഒരു ബോട്ടിൽ കൊണ്ടുവെക്കുക. എണീറ്റ ഉടനെ നമ്മൾ ചായയും കാപ്പിയും ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ വെള്ളം എടുത്ത് കുടിക്കുക. രണ്ടാമത്തത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിന് വിശപ്പും ദാഹവും ചിലപ്പോൾ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ ഒരു 3-4 മണിയാകുമ്പോൾ നമുക്കൊരു വിശപ്പ് തോന്നണം, ഒരു സ്നാക്സ് കഴിക്കണം തോന്നണം. അത് പലപ്പോഴും തലച്ചോറിൽ നിന്ന് ദാഹത്തിൻ്റെതായിട്ട് വന്ന സിഗ്നൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ 3 നേരത്തെ ഭക്ഷണ സമയം അല്ലാത്ത സാഹചര്യങ്ങളിൽ വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ടും വിശപ്പ് മാറിയിട്ടില്ലെങ്കിൽ മാത്രം സ്നാക്സ് കഴിച്ചാൽ മതി. ഈ എക്സ്ട്രാ സ്നാക്സും ഇടത്തീറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വെയിറ്റ് കൂടുകയാണ്. എന്നാൽ ഇതിന് പകരം നമ്മൾ വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിശപ്പിന്റെ ഹോർമോൺ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. മൂന്നാമത്തത്, വെയിറ്റ് കുറക്കാനുള്ള ഒരു ട്രിക്കും കൂടിയാണ്. ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, കഴിച്ചതിന് ശേഷമല്ല. ഇത് കാരണം നമ്മുടെ ആമാശയത്തിലെ നല്ലൊരു സ്പേസ് വെള്ളം ഫില്ല് ചെയ്യാണ്. അത് കാരണം ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രെയിനിലേക്ക് വയറ് ഫുള്ളായി തുടങ്ങുന്നുള്ള സിഗ്നൽ എത്തിപ്പെടും. ഈ ഒരൊറ്റ ട്രിക്ക് ഉപയോഗിച്ചിട്ട് വെയിറ്റ് കുറച്ച് എൻ്റെ ചില പേഷ്യൻസ് ഉണ്ട്. ഇങ്ങനെ വെയിറ്റ് കുറയുമ്പോൾ ഹാർട്ടിന്റെ സ്ട്രെയിൻ കുറയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന്റെ തൊട്ട് മുമ്പ് വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല, അരമണിക്കൂർ മുമ്പ് തന്നെ കുടിക്കണം. നാലാമത്തത്, എക്സർസൈസിന്റെ മുമ്പും എക്സർസൈസ് ചെയ്യുമ്പോഴും എക്സർസൈസിന് ശേഷവും വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഭൂരിപക്ഷ ആളുകളും എക്സസൈസും ജിമ്മും കഴിഞ്ഞിട്ട് ഒന്നായിട്ട് വെള്ളം വാരി വലിച്ച് കുടിക്കുകയാണ്. ആ സമയത്ത് ആദ്യമേ ഹൃദയമിടിപ്പൊക്കെ കൂടിയിട്ടുണ്ടാവും. അങ്ങനെയല്ല വേണ്ടത്. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ലോഡ് ചെയ്യാണ്. എന്നിട്ട് എക്സർസൈസ് ചെയ്യുന്ന ഓരോ 15 മിനിറ്റിലും 1 ഗ്ലാസ് വെള്ളം വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. എക്സസൈസിന് ശേഷം എത്രയാണോ ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് അത് ഫുള്ളായിട്ട് കുടിച്ച് റീപ്ലേസ് ചെയ്യുക. എക്സർസൈസിന്റെ സമയത്ത് ഹൃദയം വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിർജ്ജലീകരണം ഉണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെയും റിക്കവറിയെയും അത് ബാധിക്കും. അഞ്ചാമത്തത്, നമ്മൾക്ക് അസുഖം വരുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നന്നായി വിയർക്കുന്ന സാഹചര്യങ്ങളിൽ വെള്ളം നല്ലോണം കുടിക്കുക എന്നുള്ളതാണ്. പനി വരുമ്പോൾ, ഛർദി വരുമ്പോൾ, വയറിളക്കം വരുമ്പോഴൊക്കെ ശരീരത്തിന് ജലാംശം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ സമയത്ത് വെള്ളം കുടിക്കണം, നഷ്ടപ്പെട്ടു പോകുന്ന ഇലക്ട്രോലൈറ്റ്സും കുടിക്കണം. ഫ്ലൈറ്റിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഫ്ലൈറ്റിനകത്ത് ക്യാബിൻ എയർ വളരെ ഡ്രൈ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പോലും അറിയാതെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ചൂട് ക്ലൈമറ്റ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ അറിയാതെ ജലാംശം ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. മറ്റൊരു സാഹചര്യം, നമുക്ക് ഉച്ചയ്ക്കാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാത്ത പോലെ വരിക, ക്ഷീണം വരിക, തലവേദന സംഭവിക്കുക. ഇതെല്ലാം നിർജ്ജലീകരണത്തിന്റെ അടയാളങ്ങളാവാം. അതിന്റെ കാരണം നമ്മുടെ തലച്ചോറ് 75% വെള്ളമാണ്. ആ തലച്ചോറിലെ വെള്ളം കുറച്ചുപോലും കുറഞ്ഞു പോയാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, തലവേദന വരും, നമ്മുടെ ജോലിയുടെ എഫിഷ്യൻസി ഒക്കെ കുറയും. അന്നേരം പലരും ചെയ്യുന്നൊരു തെറ്റുണ്ട്. എന്റെ തല വർക്ക് ചെയ്യുന്നില്ല, പോയിട്ട് ഒരു ചായയോ കോപ്പിയോ കുടിക്കാൻ പറഞ്ഞിട്ട് പോകും. കോഫി കുടിച്ചാൽ നിർജ്ജലീകരണം കൂടാണ് ചെയ്യുക. ഇത് പലർക്കും അറിയില്ല. ആ സമയത്ത് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറും. ഞാൻ എന്റെ വർക്കിൽ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊരു സാഹചര്യം, സ്ത്രീകളുടെ പീരിയഡ്സിന്റെ മുമ്പിലാണ്. അവർക്ക് ശരീരത്തിൽ വെള്ളം കെട്ടി നിന്ന് ചീർത്ത പോലെ തോന്നും. അപ്പോൾ അവർ വെള്ളം കുടിക്കാതിരിക്കും. ശരിക്കും നേരെ മറിച്ചാണ്. വെള്ളത്തിന്റെ കുറവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ശരീരം വെള്ളം കെട്ടി നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ ഈ ചീർക്കൽ കുറയാണ് ചെയ്യുക. മാത്രമല്ല, പീരിയഡ്സിന് തൊട്ട് മുമ്പുള്ള ക്രാംസ്, തലവേദന, മൂഡിലെ മാറ്റങ്ങൾ, ഇതെല്ലാത്തിനും വെള്ളം നല്ലൊരു പരിഹാരമാണ്.